വെൽക്കം ടു ദ മോഫ് അങ്കുവിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഞങ്ങളെ ഇവിടുത്തെ അമ്പലം കണ്ടാലോ, അമ്പലത്തിൽ പോയാലോ? ഇത് ഏട്ടൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലം കേട്ടോ. അഞ്ചുമൂർത്തി ശിവക്ഷേത്രമാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ ശരി ഇന്ന് അമ്പലത്തിൽ പോയാലോ എന്ന് വിചാരിച്ചങ്ങനെ വന്നത്. നല്ല ഭംഗിയുള്ള കാവ്. ഇതതിൻ്റെ അമ്പലത്തിലേക്ക് കയറുന്ന വഴിയാണ്. അവിടുന്ന് കുറച്ച് നേരം എടുത്ത് ഫ്രണ്ട് പോർഷൻ എടുത്ത് പിന്നെ നമ്മൾ അകത്തേക്ക് കയറി വലം വയ്ക്കുന്നതായിട്ടോ. ഞാൻ ഉള്ളിലെടുക്കാൻ പാടില്ല, നമ്മൾ പുറത്തെ കാഴ്ചകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. നമസ്കാരമുണ്ട്. കുറേ നാൾക്ക് ശേഷം നാട്ടിലെ ലീവിന് വന്നപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ പോയപ്പോൾ ഒരു സന്തോഷം. ആ പച്ചപ്പും എന്താ പറയുക, അമ്പലം അറ്റ്മോസ്ഫിയർ അത് വേറൊരു ലെവൽ തന്നെയല്ലേ. നമ്മളെന്ത് വെളിയിലിരുന്ന് കഴിഞ്ഞാൽ നാട്ടിൽ വന്നാൽ ഈ കാഴ്ചകളൊക്കെ കാണുന്നത് ഒരുപാട് മനസ്സിന് സന്തോഷം തരുന്നു. നല്ല രസമാണ് കാണാനായിട്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല. എനിക്കൊരുപാട് എന്താ പറയുക, ഒരുപാട് നാളിന് ശേഷം കണ്ടപ്പോൾ ശരിക്കും സന്തോഷം തോന്നി. നിറച്ച് മരങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ? പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഹൈപ്പ് അടിക്കാൻ പറ്റുന്ന കൂട്ടുകാരാണെങ്കിൽ ഹൈപ്പ് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ. ഇത് അന്നദാന ഹോളാണ് കേട്ടോ. നമ്മൾ പുറത്ത് മാത്രമേ എടുത്തുള്ളൂ, അകത്ത് എടുക്കാൻ പാടില്ല. അത് കാരണം ചുറ്റമ്പലത്തിലുള്ളത് മാത്രമേ എടുത്തുള്ളൂ. കണ്ടോ, അഞ്ചുമൂർത്തി ക്ഷേത്രം അന്നദാന മണ്ഡപം. രാവിലെ നമ്മൾ നേരത്തെ പോയപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ എല്ലാവരെയും തൊഴുത് പുറത്തോട്ട് വന്നു. അതിൻ്റെ ഉള്ളിലുള്ള പ്രതിഷ്ഠ സുദർശനമൂർത്തിയുണ്ട്, ശിവനുണ്ട്, അതുപോലെ തന്നെ കാർത്തിയാനി ദേവിയുണ്ട്, വിഷ്ണുമൂർത്തിയുണ്ട്, അയ്യപ്പൻ, ഗണപതി, മുരുകൻ അവരുടെ പ്രതിഷ്ഠയുണ്ട്. അല്ലാതെ ഗണപതിയുടെ സെപ്പറേറ്റ് വേറെ പ്രതിഷ്ഠയുണ്ട് ഇതിനകത്ത്. അങ്ങനെ അവിടെ എല്ലാം എടുത്ത് ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതങ്ങനെ എടുത്ത് ഇന്നതാന്ന് പറയാനായിട്ട് അങ്ങനെ ഒന്നും എടുത്തില്ല. ജസ്റ്റ് ചുറ്റമ്പലം മാത്രം അങ്ങനെ എടുക്കുക. ഇപ്പം നടന്നു പോയത് ഫേസ് കാണിക്കാൻ പറഞ്ഞപ്പോൾ കണ്ടു, കാണിക്കില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കും. ഇവിടെ പുറത്തും രണ്ട് മരച്ചോട്ടിൽ ഓരോരോ ദൈവങ്ങളുണ്ട്. കാണിച്ചു തരാം കേട്ടോ. ഞാൻ ആ ഭാഗത്ത് എനിക്കൊന്ന് തുടങ്ങിയപ്പോൾ അവിടെ സൈഡ് കാണിച്ചില്ല തോന്നും. അവിടെ നാഗങ്ങൾ, ഇവിടെ ബ്രഹ്മരക്ഷസ് കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അറിയുന്നവർക്ക് അറിയായിരിക്കും. നിങ്ങളവിടെയൊക്കെ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മളിവിടെ പൊതുവേ കാണുന്നതാണ്. എൻ്റെ വീട്ടിലാണെങ്കിലും ഉണ്ട്. ഇത് അമ്പലത്തിൽ അങ്ങനെ അവിടേക്കായിട്ട് എടുത്തില്ല കേട്ടോ. ഇത് ബ്രഹ്മരക്ഷസിൻ്റെയും അവിടെ തൊട്ടപ്പുറത്ത് കണ്ടോ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. കൊടിമരത്തിൻ്റെ അപ്പുറത്ത് കണ്ടോ ഒരു ആൽമരം, അവിടെ നാഗങ്ങളാണുള്ളത്. മറ്റേത് നമ്മൾ വഴിപാടുകളൊക്കെ ചെയ്യുന്ന കൗണ്ടറാണ് ആ സൈഡ്. ഇത് ബ്രഹ്മരക്ഷസ്, അത് വഴിപാട് കൗണ്ടർ കണ്ടോ, ഇതാണ് വഴിപാട്. മറ്റേ ഭാഗം എൻട്രൻസാണ്. അവിടുത്തെ ആൽമരം, ആ ആൽമരത്തിൻ്റെ അവിടെയാണ് നാഗങ്ങളുണ്ടത്. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് വന്നു. ഇത് ദേവീക്ഷേത്രത്തിലാട്ടോ, ശ്രീ മണങ്ങോട്ട് ഭഗവതി എന്നാണ്. അപ്പോൾ ആദ്യം വഴിപാടിന് വേണ്ടി ചീട്ടക്കാനായിട്ട് നിന്ന അവിടെ പണി നടന്നുകൊണ്ടിരിക്കുക. നടന്നു കഴിയുമ്പോൾ ഇതിങ്ങനെ ആയിരിക്കും അമ്പലം.
ഇത് അതിൻ്റെ എൻട്രൻസ്. അത് ആൽമരം മറിഞ്ഞിട്ട് എനിക്കത് വൃത്തിയായിട്ട് എടുക്കാൻ പറ്റില്ല. എനിക്ക് അവിടെ വെച്ചിട്ട് എടുക്കാൻ ഒരു പേടി, അവരിനി എങ്ങാനും വഴക്ക് പറയുമോ എന്നുള്ളത്. കാരണം അവിടുന്ന് എടുത്തു കഴിയുമ്പോൾ ഇവിടെ ഇത് കാണാൻ പറ്റും. നമ്മളത് അങ്ങനെ എടുക്കുന്നത് ശരിയല്ലല്ലോ. അത് കാരണം പുറത്ത് വന്ന് കുറച്ച് ദൂരെ നിന്നിട്ട് എടുത്താൽ കേട്ടോ. കണ്ടോ എൻട്രൻസ്? അവിടെ പണി നടന്നുകൊണ്ടിരിക്കുക. ഇത് വെറുതെ നമ്മളെ ഫേസ് കാണിക്കേണ്ടതാണ്. സെൽഫി എടുത്താണ്, ഒന്നും ശരിയായിട്ടൊന്നുമില്ല. ഇത് ശിവൻ്റെ അമ്പലത്തിൻ്റെ അവിടെ വെച്ചെടുത്തതാണ്. എൻ്റെ മോൻ ഇട്ട് കഴിഞ്ഞപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ചാക്കി. ഇത് ആ സൈഡിലുള്ള കുളം കേട്ടോ, ദേവിട ക്ഷേത്രത്തിൻ്റെ സൈഡിലുള്ള കുളമാണ്. അവിടെ പുറത്തുള്ള നാങ്ങളാണത്. അവിടെയും അകത്ത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പുറത്തെ കാഴ്ചകൾ മാത്രമേ എടുക്കുള്ളൂ. നല്ല ഭംഗിയില്ലേ വയലും കാര്യങ്ങളും. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രം വീഡിയോസ് ഇടാൻ മുന്നോട്ടുള്ള നമുക്ക് തോന്നുന്നത്. തുടർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വീഡിയോ. ഇത് വടക്കഞ്ചേരി, ഞാൻ ഏട്ടൻ്റെ വീട് പറഞ്ഞിട്ടില്ലേ, അവിടുത്തെ അഞ്ചുമൂർത്തി അമ്പലം കേട്ടോ. നല്ല രസമില്ലേ കാഴ്ച കാണാൻ? ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.